ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വീണ്ടും സാമ്പിൾ പരിശോധന നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി. സാമ്പിൾ ശേഖരിച്ച് മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയച്ച് പരിശോധന നടത്തുമെന്നാണ് വിവരം. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ SIT വിശദമായ അന്വേഷണം നടത്തും. 2 കിലോയിലധികം സ്വർണം കൈമാറിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. കൊടിമര നിർമ്മാണത്തിൽ സംസ്ഥാന വിജിലൻസിന്റെ ത്വരിത പരിശോധനയ്ക്കും നിർദ്ദേശമുണ്ട്. കോടതി നടപടി ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇന്ന് SITയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. നിലമായി SIT സംഘം ഇന്ന് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിൽ ചില വെളിപ്പെടുത്തലുകളും ചില കണ്ടെത്തലുകളും ഒക്കെ തന്നെയുണ്ട്. അതായത് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് SIT സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. ഈ 2.5 കിലോയോളം സ്വർണം 27 പേർ ചേർന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണ രീതിയിൽ ശബരിമലയിലേക്ക് എത്തുന്ന എന്ത് സംഭാവനയാണെങ്കിലും അത് ലോഹമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതൊക്കെ തന്നെ കൃത്യമായിട്ട് മഹസറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സ്വർണം ലഭിച്ച സ്ഥാനത്ത് അത് ആ വിവരങ്ങളോ വിശദാംശങ്ങളോ മഹസറിൽ രേഖപ്പെടുത്താതിരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. അതിലൊരു ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലും സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, സംസ്ഥാന വിജിലൻസ് ത്വരിത പരിശോധന നടത്താനും ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് ചില റിപ്പോർട്ടുകൾ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് പരിശോധിച്ചുകൊണ്ടാണ് സംസ്ഥാന വിജിലൻസ് വിഭാഗം ത്വരിത പരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. അതുമാത്രമല്ല, മറ്റു ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കാനായിട്ടുള്ള അനുമതി നിലവിൽ SIT സംഘത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയിരിക്കുകയാണ്. മുംബൈയിലെ ഭാഭ ആറ്റമിക് റിസർച്ച് സെന്ററിലേക്കാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുക. അവിടെ ഈ ബാർക്കെന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരെന്ന് പറയുന്നത്. അതിൽ ഈ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ കൃത്യമായിട്ട് ഗോൾഡ് സാമ്പിളിങ്ങും അനാലിസിസും നടത്താറുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരാണ് അവിടെ ഉള്ളത്. പേരുകെട്ട സ്ഥാപനവുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സാമ്പിളുകൾ ശേഖരിച്ച് അവിടേക്ക് അയച്ച് പരിശോധന നടത്തി അതിൻ്റെ ഫലം കൃത്യമായിട്ട് ഹൈക്കോടതി അറിയിക്കണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VSSലെ പരിശോധനാ ഫലത്തിൽ ചില അവ്യക്തതകൾ ഇപ്പോഴുമുണ്ട്. ചില സംശയങ്ങൾ ഇപ്പോഴും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഈ 98-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികൾ മാറ്റി അത് കടത്തിക്കൊണ്ടുപോയി പകരം ചില പുതിയ പാളികൾ കൊണ്ടുവച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ അത് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അവ്യക്തതകൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഭ ആറ്റമിക് റിസർച്ച് സെന്ററിലേക്ക് കൂടി സാമ്പിളുകൾ ശേഖരിച്ച് അയച്ച് അതിൻ്റെ പരിശോധനാ ഫലം വേണമെന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഹൈക്കോടതി എത്തിയത്. അതിനുള്ള അനുമതി നിലവിൽ SIT സംഘത്തിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. 256 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് SIT സംഘം ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. നീലുമ, ഇതിലേറെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ കൊടിമര പുനർനിർമ്മാണത്തിൽ സംസ്ഥാന വിജിലൻസ് വിഭാഗം ത്വരിത പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ വലിയ രീതിയിലുള്ള വീഴ്ചയും അഴിമതി അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും വന്നിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനയും ചില അന്വേഷണവും നടത്തിയിരുന്നു. അതിൽ നിന്നാണ് ഈ 27 പേരുടെ വിവരങ്ങൾ, അതായത് സ്വർണം കൈമാറിയ 27 പേരുടെ വിവരങ്ങളോ വിശദാംശങ്ങളോ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന വിജിലൻസ് വിഭാഗവും ത്വരിത പരിശോധന നടത്തും. സമാന്തരമായിട്ട് SIT സംഘവും ഈ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തും. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ട് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കുന്നത്. ആ സാമ്പിളുകൾ ശേഖരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഈ ഒരു 98-ലെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികൾക്ക് പകരം മറ്റ് പുതിയ പാളികളാണ് കൊണ്ടുവച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സാധൂകരണം, ശാസ്ത്രീയമായിട്ടുള്ള നിഗമനം വേണം. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമതും സാമ്പിളുകൾ ശേഖരിക്കുക. നീലിമ. ഓക്കെ രേഷ്മ.